വസുന്നമാ തൈക്കീദി ബി റമദാന വ അഷ്റുഹുൽ അഖീറു ആക്കദു ഇക്സാറു സ്വദഖത്തിൻ വ തൗസിഅത്തുൻ അലാ അയാലിൻ വ ഇഹ്സാനുൻ അലൽ അഖാരിബി വൽ ജീറാനി ലിൽ ഇത്തിബാ. വസുന്നമാ തൈക്കീദി ബി റമദാന, റമദാനിൽ മുഅക്കദായ സുന്നത്താണ്. അപ്പോൾ റമദാൻ അല്ലാത്ത മാസം തന്നെയാണ് സുന്നത്താണ്. റമദാനിൽ എന്തായി മുഅക്കദായ, അത് റമദാൻ്റെ മഹത്താണ്. വ അഷ്റുഹുൽ അഖീറു ആക്കദു, റമദാൻ്റെ അവസാനത്തെ 10 ഒന്നും കൂടി കനപ്പെട്ട സുന്നത്താണ്. അപ്പോൾ റമദാൻ്റെ ഓരോ 10നും പ്രത്യേകത ഉണ്ടല്ലോ. എന്ത്? ഇക്സാറു സ്വദഖത്തിൻ, സ്വദക്കനെ പെരുപ്പിക്കുക, സ്വദക്കനെ അധികരിപ്പിക്കുക എന്നുള്ളത് റമദാനിൽ പ്രത്യേകം സുന്നത്താണ്. സ്വദക്ക എന്നുള്ളൊരു മുഅ്മിനിൻ്റെ ഒരു പ്രധാന ഒരു നല്ല സ്വഭാവമാണ്. ആ ഒരു ശീലം നമുക്കുണ്ടാകണം. ഒരു 10 റുപ്യ കിട്ടിയാൽ, ഒരു 100 റുപ്യ കിട്ടിയാൽ ഒരു 10 കൊടുക്കണേ. അത് നമ്മൾ പഠിക്കണം, നമ്മൾ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എന്നാലേ വലുതാവുമ്പോൾ ആ ശീലത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതൊരു നല്ല സ്വഭാവം. നമ്മളെ ചെറിയ കിതാബുണ്ടല്ലോ നമ്മുടെ ദർസിലൊക്കെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന കിതാബില്ലേ, സലാഹുദ്ദീൻ യഖൂലു മൻ ബി സലാഹിദ്ദീനി ഖദ് ഉസിമ അബൂഹു ബിസ്മി ബിനി ദാവൂദിൻ ഫശാ വസമാ. അവത്ത് അതിൽ ഈ ഗുണപരമായ കാര്യം തസദ്ദഖന്ന ഉദുവൻ ഫഹിയ അദ്ഫഉ ലിൽ ബൽവാ വ ഇൻ ഖുളിയത്ത് ഫസ്മഹ് വജുദ് കറമാ. എല്ലാ രാവിലെയും എന്തെങ്കിലും സ്വതക്ക ചെയ്യുക. അതിനിപ്പോൾ പൈസ തന്നെ ആകാന്നുള്ളതില്ല, എന്തെങ്കിലും ആയാലും മതി. ഒരു സ്വതക്ക ചെയ്യുക എന്നുള്ളത് അത് എല്ലാ ബലായിനൊക്കെ തടുക്കാൻ പറ്റിയ പ്രധാന കാര്യമാണ്. നമ്മുടെ മുമ്പത്തെ ഉസ്താദന്മാർക്കൊക്കെ ഈ സ്വഭാവമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ദർസ് തന്നെ ഉസ്താദന്മാരൊക്കെ കുട്ടി എന്താണ് വാ എന്നാൽ ഒരു പെന്ന്, അതുപോലെ ചിലപ്പോൾ രാവിലെ ആ കാര്യം ചെയ്യുക. ചിലപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു ഇത്തിരി അത്രയെങ്കിലും തിരിച്ചു കൊടുക്കും, അത് മതി. പൈസ ഉണ്ടോ, പൈസ കൊടുക്കലേറ്റം നല്ല തന്നെയാണ്. ഇതെപ്പോഴും വേണ്ടിയതാണ്. റമദാനിൽ അത് ഇക്സാറ് മുഅക്കദായ സുന്നത്തായി, അവസാനത്തെ 10 ഒന്നും കൂടി സുന്നത്താണ്. അപ്പോൾ തൗസിയാത്തുൻ അലാ ഇയാലി, വിശാലത ചെയ്യാം. ഭാര്യ മക്കളൊക്കെ ഓർക്കൊന്ന് വിശാലത ചെയ്യാം. അപ്പോൾ തുടങ്ങാന്നുള്ളതല്ല, എന്നും ഓർക്ക് നമ്മൾ ഓരോ ഗുണം ചെയ്തു കൊടുക്കണമല്ലോ. ഒന്നും കൂടി ഒരു തൗസിയത്ത്, 1% കൂട്ടി ചെയ്യാം. മനസ്സിലായില്ലേ? അത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഞാൻ അല്ലാത്തതിലൊക്കെ ഒന്ന് കൂടുതൽ ചെയ്തു കൊടുക്കുകയാണ്, ചുരുക്കല്ലേ വേണ്ടി, കൂട്ടി ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ഇഹ്സാനുൻ അലൽ അഖാരിബി വൽ ജീറാനി, കുടുംബക്കാർക്ക് അഖറബ് അഖാരിബ് നമ്മളമ്മാര് വാപ്പാർ ഇവർക്കൊക്കെ നന്നായി ഗുണം ചെയ്യുക. വൽ ജീറാനി അയൽവാസികൾ ആരോ ആട്ടെ, അത് മുസ്ലിം എന്നില്ല, അങ്ങനെയുള്ളതിൻ്റെ നിയമം. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇനി ഒരു മതമില്ലാത്തവരെന്തോ ആട്ടെ, ജീറാനി എന്നുള്ള അയൽപ്പക്ക ബന്ധം എന്നുള്ളതിന് വേറെ തന്നെ ഒരു വകുപ്പാണ്. അതിന് നമ്മളെല്ലാം പരിഗണിക്കണം. അത് വേറെ, എല്ലാ സൗഹൃദത്തെയും അങ്ങനെ തട്ടുന്ന ആൾക്കാരോ കണ്ടുകൂടാത്തവരാരും പരിഗണിച്ചില്ലല്ലോ. അപ്പം എല്ലാവർക്കും നമ്മളെന്ത് ചെയ്യണം? അക്കരിം ജാറൊക്കെ വലവുക്കാന ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചു വരുന്നുണ്ടല്ലോ. ആ അയൽവാസി പട്ടിണി എടുക്കുകയാണ്, വിഷമത്തിലാണ്, ഇപ്പുറത്ത് നല്ല മന്തി തിന്ന് നടക്കുന്ന ആൾക്കാരെന്നാണ്, ഓനൊന്നും നമ്മളെ കൂട്ടത്തിൽ പെട്ടല്ല എന്നാണ് റസൂൽ പറയുന്നത്. ഇതൊക്കെ ചെയ്യണം, റമദാൻ ഇത് കൂടുതൽ ചെയ്യണം. കാരണം എന്തായാലും ഇത്തിബായി, ഇതാണ് മുത്തുനബിൻ്റെ ചര്യ, സഹാബത്തിൻ്റെ മാർഗ്ഗം അതാണ്. റസൂൽ ഹദീസ് കാണാൻ ആയിഷ ബീവിയൊക്കെ പറയുന്നത് കാന അജ്വദ ഫി റമദാൻ, റമദാനിൽ നല്ലോണം ജവാദ, റസൂൽ നല്ലോണം സ്വതക്കനെ പെരുപ്പിച്ചുകൊണ്ടുണ്ടാവുന്നു. അപ്പോൾ അത് റമദാനിലുള്ളൊരു പ്രധാനമായിട്ട് റമദാൻ മാസം എന്നുള്ള ആ മാസത്തിന് നമ്മൾ ആദരിച്ചു ബഹുമാനിച്ചു എന്നുള്ള ആ പട്ടികയിൽ വരുന്നതിൻ്റെ ഒരു ഗണമാണ് നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക. ആ ഫിത്ർ സക്കാത്തിൻ്റെ അരിയല്ല, അത് വേറെ നിർബന്ധ കേസ്. അല്ലാതെ തന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ എന്താണ് ചെയ്യണം. അത് കിട്ടുമ്പോൾ ചെയ്യന്നെ, എന്തോ ആയിട്ട് നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അവനാൻ്റെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ, എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. അത് തന്നെ ഇപ്പം ഉമ്മാരി വാപ്പാരി കുടുംബക്കാർ ഓലക്കയിൽ പ്രത്യേകം പരിക്കണേ, പ്രത്യേകം പുണ്യം. ചിലവർക്ക് എന്തുണ്ട് ധാരണ, ഉമ്മാക്കും വാപ്പാക്കും ഒന്നും കൊടുത്താൽ സ്വതക്ക ആകൂലാന്ന്. പുറത്തേക്ക് കൊടുത്താൽ എന്തിട്ടുള്ളൂ, പബ്ലിസിറ്റി ഇട്ടുള്ളൂ. അതാണ് ഇവിടെ കൊടുത്താൽ അപ്പോൾ ആരും അറിയില്ലല്ലോ. പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായി, പബ്ലിസിറ്റി ആയി. ആൾക്കാർ പറയല്ലോ ആ ആചാരിത്ര തന്നു, ബാപ്പിയും ഇപ്പോൾ ഇത് പറയാൻ പോകില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും. ഇപ്പം മാർക്കും വാപ്പാർക്കും സലാം പറഞ്ഞില്ല എന്തോ ഒരു പുളിച്ചിത്തരം, ഓൽക്കല്ലേ നമ്മളെല്ലാം പറയണ്ടേ. ഇത് പഴയ കാലത്തെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മുടെ റിയാദ് സ്വാലിഹ് ഹദീസിലില്ലേ ഒരു ബാപ്പ യസീദ് എന്ന് പറഞ്ഞ സഹാബി, മൂപ്പരുടെ മകനാണ് മഅന്. ആര്? മഅന് ബിൻ യസീദ്. ഈ ബാപ്പി മകൻ രണ്ടാളും സഹാബിയാണ്. ഈ ബാപ്പ കുറച്ച് പൈസക്കുള്ള ആളുകൾ, തോന്നണ്ടായിട്ടൊന്നുമല്ല. കുറച്ച് പൈസ എടുത്തിട്ട് മൂപ്പര് ഒരാളെ ഏൽപ്പിച്ചിട്ട് മൂപ്പരോട് പറഞ്ഞു ഇത് പള്ളിയിൽ കൊണ്ടുപോയിക്കോ, എന്നിട്ട് അവിടെ എന്താക്കി പാവപ്പെട്ട ആൾക്കാർക്ക് അതിന് അർഹരായ ആർക്കെയും കൊടുത്താളാണ്. ആരേൽപ്പിച്ചു?
യസീദാണ് ഈ വാപ്പ. അങ്ങനെ ഈ വാപ്പ ഏൽപ്പിച്ചത് സുഹൃത്ത് ഇതുമായിട്ട് പോയി പള്ളിയിലെത്തിരിഞ്ഞ് പല തരപ്പെട്ട ഈ വാപ്പ അങ്ങനെ ഈ സ്വതക്കനെ ഏൽപ്പിച്ച കാര്യം ആരറിയും? മകനറിയും. മകനും പള്ളിയിൽ പോയി. മകനാണെങ്കിൽ പറ്റ പാപ്പർ സൂട്ടാ. മകൻ്റെ അടുത്തൊരു ഒന്നുമില്ല. മകൻ ഫക്കീറാ. മകൻ ഇയാളടുത്ത് പോയി എനിക്ക് തന്നാളിയാണ്. അപ്പം പിന്നെ ഇയാൾ നോക്കുമ്പോൾ ഇയാൾക്കും അറിയാം മകന് അർഹതപ്പെട്ട ആൾ. ഈ മകന് കൊടുത്തു. മകന് കൊടുത്ത് പിന്നെ ഇയാൾ പാപ്പാൻ്റെ യസീദിൻ്റെ അടുത്ത് പോയി, സുഹൃത്ത് സഹോദരൻ, അത് ഞാൻ കൊടുത്തിന് കേട്ടോ, അതിൻ്റെ അർഹതയിൽ ചിലവാക്കിയില്ല ചോദിച്ചു. ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചു. അത് നിങ്ങളെ മകൻ തന്നെ മകന് ഓന് കൊടുത്തു. ഓനാ കൊടുത്ത്. അതിപ്പോൾ ശരിയായിട്ട് അത് ഉദ്ദേശ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലോ. അത് വേറെ ആർക്കും പോകണ്ട. എൻ്റെ മോനിപ്പോൾ ഞാൻ ഇപ്പോൾ അത് കോലത്തിലായിട്ടില്ല. ഇയാൾ പറഞ്ഞല്ലോ നിങ്ങൾ ഫക്കീർ എന്ന് പറഞ്ഞപ്പോൾ ഓൻ ഫക്കീറാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ നിങ്ങളെ മോൻ്റെ കഥ. അപ്പോൾ ഞാനാ നിനക്ക് കൊടുത്ത ഇനിയിപ്പോൾ എന്താ ചെയ്യാറ്. ഇതൊരു ബഹളായി. ഇത് ബഹളമായപ്പോൾ ഈ ബാപ്പ മകനോട് പറഞ്ഞു, എനിക്കെന്നെ തിരിച്ച് നൽകണം, എനിക്കത് ശരി, എനിക്കത് ലായി ജ്യൂസ് പോവാണ്, എനിക്കാ മുതൽ തിന്നാൻ പറ്റൂല, എടുക്കാൻ പറ്റൂല. മകനെന്ത് പറഞ്ഞു? നിങ്ങളേത് നീയത്തിലാണ് വിട്ടേ? ഫക്കീറിനല്ലേ? ഞാൻ ഫക്കീറാണോ അല്ലേ നിങ്ങൾ പറയും, നിങ്ങൾക്കല്ലേ നിങ്ങളെന്ത് തന്നാലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫക്കീറാണല്ലോ, അതുകൊണ്ട് എനിക്ക് ജായിസ് തന്നെയാണ്. മസലയായി. തർക്കം മൂത്ത അവസാനം എന്ത് ചെയ്തു? എന്നാൽ തീർക്കാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാമെന്നാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാൻ അങ്ങനെ ചെന്നു. റസൂൽ ഈ കഥയൊക്കെ കേട്ടു. മുത്തനബി ഈ കഥ കേട്ടിട്ട് ഒന്ന് ചിരിച്ചു. കാരണം ബാപ്പി മകൻ കൂടിയല്ലേ. അപ്പോൾ വാപ്പ പറയുന്നുണ്ട്, വല്ലാഹി മാ അറത്തുഹു, ഞാനെന്താക്കിയിട്ടില്ല, ഓനായി ഞാൻ ഉദ്ദേശിച്ചില്ല കേട്ടോ, ഞാൻ ഫക്കീർ. മകൻ പറഞ്ഞു, നിങ്ങൾ വല്ലാഹി എന്നിട്ടറിയില്ല, നിങ്ങൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫക്കീറല്ലേ റസൂലെ, ഞാൻ ഫക്കീറല്ലേ. അപ്പോൾ റസൂല പറഞ്ഞു എന്ത്? ലക്കമാ നവൈത്തയാ യസീദു വലക്കമാ അഹത്തയാ മാനു. യസീദേ, എൻ്റെ നെയ്യത്തനുസരിച്ച് എനിക്ക് അതിൻ്റെ അമലിന് കൂലിയുണ്ട്. മോനെ മാനെ, എനിക്കാ പിടിച്ചാൽ എനിക്ക് ജായിസാണ്, പോയിക്കോ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം മകന് പോയത് അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്ന് മാത്രമല്ല അത് കൂലി കൂടുതലാണ്. വേറൊരു സംഭവത്തിൽ കാണാലോ, പിന്നെ അബ്ദുല്ലാ ബിൻ മസ്ഊദ് എന്നൊരു ഭാര്യ, അള്ളാഹു റസൂല് ഒരിക്കങ്ങനെ വരുമ്പോൾ തസദ്ദക്കനെ യാ മാഷറ നിസാദ്, പെണ്ണുങ്ങളെ സ്വതക്ക ചെയ്തോളിട്ടോ, നരകത്തിൽ തോനുണ്ട് നിങ്ങൾ. നരകത്തിൽ തോന കാണുന്ന വർഗ്ഗം കൂടി ഏതാണ്? പെണ്ണുങ്ങൾ. റസൂൽ പറയാണ് അതിനുള്ള കാരണം പലതും ചെയ്തു കൂട്ടിയിട്ടാണ്. അതിന് മോചനം വേണോ, നിങ്ങൾ സ്വതക്ക ചെയ്തോളൂ, സ്വതക്ക ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് രക്ഷയുണ്ട്. അങ്ങനെ അത് കേട്ട് പിന്നെ ഈ ഭാര്യ അബ്ദുല്ലാ ബിൻ മസ്ഊദ് എന്ന സഹാബിൻ്റെ ഭാര്യ, പെണ്ണിൻ്റെ അടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ട്, പുതിയ ആപ്പള ഒന്നുമില്ല. അപ്പോൾ ഈ പെണ്ണ് പെരെ വന്നിട്ട് പറഞ്ഞ്, റസൂൽ ഞങ്ങളോടൊക്കെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞേ, ഞാൻ എൻ്റെ ഉള്ള 500 ഏതായാലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊക്കെ റജുലുൻ ഹഫീഫും, നിങ്ങളിപ്പോൾ ഒന്നും ഇല്ലാത്തൊരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ കൊടുക്കാൻ വിചാരിച്ചത് നിങ്ങൾക്ക് തന്നാൽ ശരിപ്പെടുമല്ലേ, അതെനിക്കൊരു വിശ്വാസമുണ്ട്. കണ്ടോ, സ്വന്തം പുതിയാപ്പിള പാവപ്പെട്ട അയലക്കത്തുള്ള വീരാൻകുട്ടി കൊടുക്കുകയാണെങ്കിലോ ഓക്ക് കുഴപ്പമില്ല, ഓളെ പുതിയാപ്പിളായി എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ പറഞ്ഞു ഇന്നൊക്കെ റജുലുൻ ഹഫീഫുൻ, ഇതാ പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ റസൂലുള്ളാഹിക്ക് ചെല്ലി, എന്നിട്ട് ഇതിൻ്റെ മസാല ഫത്വ എന്ന് ചോദിച്ചു നോക്കി. ഫത്തിഹി ഫസ് അൽഹു ഫൈൻ ഖാന ദാലിക്ക, അങ്ങനെ പിന്നെ അത് ചോദിച്ചു നോക്കി റസൂലുള്ളാഹിനോട്. അപ്പോൾ അബ്ദുല്ലാ ബിൻ മസ്ഊദ് ഇജ്ജനെ ചോദിച്ചാളാ റസൂലുള്ളാഹിനോട്, ഇജ്ജനെ ഞാൻ ഇപ്പോൾ അത് ചോദിക്കാൻ പോകണില്ല എന്ന്. അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി. ആരെ ഭാര്യ? അബ്ദുല്ലാ ബിൻ മസ്ഊദ് എന്നവരെ ഭാര്യ. അവിടെ ചെന്ന് ഇങ്ങനെ പിന്നെ അവിടെ നിൽക്കുമ്പോൾ വേറൊരു പെണ്ണുണ്ട്. അവിടെ ഇവിടെ അറിയും, എന്താണ് നീ ഇപ്പം ഇങ്ങോട്ട് പോകുന്നു ചോദിച്ചു. അപ്പോൾ ഈ പെണ്ണും തലേന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിന്, ആരെ? റസൂലിൻ്റെ തസദ്ദക്കനെ യാ മാഷറനി. അപ്പോൾ ആ പെണ്ണും ഇതേമാതിരി 500 കൊടുക്കാൻ തീരുമാനിച്ചിന്. ആ പെണ്ണിന് പ്രശ്നം, ആ പെണ്ണിന് പുതിയാപ്പിളൊന്നും ഇല്ലാത്തവനാണ്, തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവില്ല. ചിലടുത്ത് പുതിയാപ്പിളടുത്ത് എന്തോ ഉണ്ടാവും, പെണ്ണിൻ്റെ അടുത്ത് 5 കായ് ഉണ്ടാവും, കൊടുക്കൂല. ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 500 കൊടുത്താൽ മതിയല്ലോ, അതുപോലെ തന്നെയാണ് കൊടുക്കുക. ചിലവർ കൊടുക്കും ഭർത്താവ്, എന്നുവെച്ചാൽ ഈ 500 വെച്ചോട്ടോ തുടരുത് അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. ഓള് തിരിച്ചും ഇങ്ങോട്ടും പറയും, അങ്ങനെ അത് നിങ്ങളെ ബാഗ് വെച്ചോളി, അത് എടുക്കരുതിട്ടാ, ഇങ്ങനെയായിട്ട് കാര്യമില്ല. ഇതിങ്ങനെ ഒരു കൊടുക്കുക തന്നെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയ്ക്കൊരു 10 രൂപ സ്വതം കൊടുത്താളി. ഇനി ഇത് നമ്മൾ കേട്ടാണ്ട് പുറത്തേക്ക് തീരെ കണ്ണില്ലാതെ ആകരുത്. പുറത്തുള്ള ആൾക്കാരെ നമ്മൾ നന്നായി പരിഗണിക്കണം, അകത്തന്നെ ശരിക്കും പരിഗണിക്കണില്ല. അപ്പോൾ ഈ പെണ്ണ് വന്നപ്പോൾ എന്തെങ്കിലും കൂടെ പോകുന്നു വെച്ചപ്പോൾ പറഞ്ഞു, ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അപ്പം എൻ്റെ മാപ്പൻ്റെ കാര്യം ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, എനിക്കറിയില്ലേ. അപ്പോൾ ഞാൻ കൊടുത്ത മൂപ്പർക്ക് പറ്റുമല്ലേ എന്ന് ഫത്വ ചോദിക്കാൻ വന്നാണ്. ഞാനും അതിന് വന്നാണ്. ഇപ്പോൾ 2 പേരും കാര്യം ഒത്തു. 2 പേരും ഒത്തപ്പം ഇവര് പറയാണ്, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്തു ഹൈബത്തിൻ, തങ്ങളെ ചില സമയത്ത് കണ്ടാൽ, തങ്ങളെ മുഖഭാവമൊക്കെ കണ്ടാൽ നമുക്കൊന്ന് ചോദിക്കാനൊക്കെ ഒരു പേടിയോ ചില സമയത്ത്. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഹൈബത്താണ്. അപ്പോൾ ചോദിക്കാൻ ഞങ്ങൾക്കൊരു പ്രത്യേകമായൊരു ബേജാറ്.
അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കാം. ഞാൻ പറയുള്ളൂ ഇജ്ജ് ചോദിക്കുമോ മറ്റേ പെണ്ണിനോട് ചോദിക്കുക. ഇങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. അപ്പോഴാണ് ബിലാൽ എന്നൊരു വരുന്നത്. ബിലാൽ എന്ന് വരുന്നപ്പം എന്താണ് നിങ്ങൾ രണ്ടാളും ഇവിടെ ഇങ്ങനെ വേദം നിങ്ങൾ എന്താ വിഷയം? അപ്പോൾ ഈ ബിലാൽ എന്നവരോട് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ വന്നതാണ്, നിങ്ങളതൊന്ന് റസൂലിനോട് ചോദിക്കുമോ? അള്ളാഹു റസൂൽ ചോദിക്കും. അപ്പോൾ ബിലാൽ എന്നവർ ചെന്ന് ഫാഹ്ബറഹു അന്നമ്രത്തൻ ബിൽ ബാബ്, മുത്തനബിയെ രണ്ട് പെണ്ണുങ്ങളോട് വന്ന് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടോ, ഇവർ ബിലാൽ എന്നവരോട് പറഞ്ഞിരുന്നു എന്ത്, നിങ്ങൾ ചെന്നിട്ട് പറയും ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കാണ്ട് ആ തുജുസി ഉസ്സദക്കത്ത് അനുഭവമാണ്, ഞങ്ങൾ അവരെ ഭർത്താക്കന്മാർക്ക് സദക്ക കൊടുത്താൽ മതിയാവുക എന്നാണ് അവരെ സംശയം ചോദിക്കുന്നുണ്ട്. പിന്നെ ആ ഭർത്താവിൻ്റെ മക്കൾക്ക് മക്കൾക്ക് തന്നെ കൊടുത്താലും മതിയാവുമെന്നോ. വലാ തുഹ്ബിറുഹു മൻ നഹ്നു, ഞങ്ങൾ ആരാ വന്നത് അത് റസൂലിനെ അറിയിക്കണ്ടാന്ന്. അബ്ദുല്ലാഹിബ്നു ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യയാണ്, മറ്റവൻ്റെ ഭാര്യയാണ്, ഇത് അറിയിക്കരുത്, നിങ്ങൾ വിഷയം പറഞ്ഞേച്ചാൽ മതിയാണ്. അപ്പോൾ ദഖല ബിലാലുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂലിൻ്റെ അടുത്തേക്ക് ചെന്നു ബിലാൽ എന്നവർ. എന്നിട്ട് പറഞ്ഞു അവിടെ രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട്. അവർ റസൂൽ ചോദിച്ചു മൻ ഹുമാ, ആരാണ്? മുത്തനബി ചോദിച്ചു. അപ്പോൾ ഇമ്രഅത്തും മിനൽ അൻസാരി വ സൈനബു, ഒന്ന് അൻസാരിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട പെണ്ണാണ്, മറ്റേ സൈനബാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിൻ്റെ ഭാര്യനെ ബിലാൽ എന്നവർക്ക് ശരിക്കും അറിയാം. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങളാണെന്ന്. അപ്പം റസൂൽ ചോദിച്ചാൽ ഇപ്പം അത് പറഞ്ഞു കൊടുക്കണം, മറ്റോലിപ്പം ഞങ്ങൾ അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതല്ലേ റസൂൽ ചോദിച്ചാൽ പറയേണ്ടി വരും. അപ്പം പിന്നെ വന്നത് ആരാന്ന് ചോദിച്ചാൽ പലതും ഉണ്ടാവുമല്ലോ, ഇത് പെട്ടെന്ന് ആ മസാല കറക്റ്റ് കിട്ടാനാണ് ഓരോ സൂത്രം പറയുന്നത്. അപ്പോൾ ഒന്ന് അൻസാരിങ്ങളെ കൂട്ടത്തിൽ പെണ്ണാണ്, അതിന് എനിക്ക് അത്ര പരിചയമല്ല, ഒന്ന് സൈനബാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു അയ്യു സയാനും, അല്ല സൈനബ് ഇവിടെ കുറേ ഉണ്ടല്ലോ, സൈനബ് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ, ഇത് ഐ ഡി ശരിക്കും കിട്ടണ്ടേ. ആരാണ്? മുഹമ്മദ് ബിൻ അബൂബക്കർ, മുഹമ്മദ് ബിൻ അബ്ദില്ല, മുഹമ്മദ് ബിൻ ഈസ എന്നൊക്കെ പറഞ്ഞാൽ ആ ബാപ്പാന് പറയുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ അയ്യു സയാനിബ് കാലം മുറാത്തു അബ്ദില്ല, നമ്മൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അവൻ്റെ ഭാര്യയാണ് ഞാൻ. ഫക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം കേട്ടു റസൂൽ, അതുപോലെ സംശയം എന്താണ്, ഭർത്താവിന് കൊടുത്താൽ ശരിയാവുമോ, മക്കൾക്ക് കൊടുത്താൽ ശരിയാവുമോ? അപ്പോൾ അല്ലാഹു റസൂൽ ഹുമാ അജുറാനി, ഉണ്ടോ രണ്ട് കൂലിയാണ്, ഒന്ന് അജുറു സ്വതക്ക അജുറുൽ ഖറാബ, ഒന്ന് സ്വതക്ക കൊടുത്ത കൂലിയായി, ഒന്ന് ആ കുടുംബ ബന്ധം ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ചു എന്നുള്ള കൂലിയായി, അത് അജുറുൽ ഖറാബത്തി അജുറു സ്വതക്ക. അപ്പം സ്വതക്കൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണിത്. ഇത് പലരും ഇപ്പോൾ ഇത് പിരിച്ചങ്ങനെ നടക്കും. അതല്ല, നമ്മളിത് കൊടുക്കണം. ഇതൊക്കെ റമദാനിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഖുർആനോത്ത്, തറാവീഹ്, ഇത്തികാഫ് എന്നതുപോലെ റമദാനിൽ പ്രത്യേക മുഅക്കദായ സുന്നത്താണ് ഇത് സ്വതക്ക. അതാണ് സുന്നമായ തൈക്കീദ് ബി റമദാന വ അശ്റുൽ ആഖീറു ആഖദു ഇക്സാറു സദഖത്തിൻ. മനസ്സിലായില്ലേ?